ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്നേഹവും സഹകരണവും കൊണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ 10Kയും യൂട്യൂബിൽ വന്നിട്ട് 2.5 സബ്സ്ക്രൈബറും കൂടായി. അപ്പോൾ എനിക്കിനി മോണിറ്റേഷൻ ചെയ്യണം. അപ്പം അതിലെന്തെങ്കിലും പൈസ എന്തെങ്കിലും കിട്ടും എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് ഇതിൽ വാച്ച് ടൈം നോക്കിയപ്പോൾ യൂട്യൂബിൽ നോക്കിയ വാച്ച് ടൈം വന്നിട്ട് 4000 മിനിറ്റായി. അപ്പം എല്ലാം ക്ലിയറായി. ഇനി കുഴപ്പമൊന്നുമില്ല. ഇനി അതിനുള്ള മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ നയിക്കാമെന്ന് വിചാരിച്ച് ഞാനെന്ത് ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി തപ്പിയിട്ട് അതിൽ നോക്കിയപ്പം എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി വന്നിട്ട് ഇപ്പോഴുള്ളതല്ല, പഴയ ഒരു ഐ ഡി ആയിരുന്നു. അതിനെ ഇതിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല. എല്ലാം അപ്പോൾ ഫേസ്ബുക്കിൻ്റെ വലിയ അവതാളത്തിലായി. യൂട്യൂബ് നോക്കിയിട്ടും യൂട്യൂബിനും ഒരു കാര്യം ഒന്നും മുന്നോട്ട് നടക്കുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കൊരു സംശയം തോന്നി. ഇതിൽ കാണിച്ച് നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ഓരോ വീഡിയോ ഇട്ട് തരുന്ന മോണിറ്റേഷൻ്റെ കാര്യവും ബാക്കിയെല്ലാം പറഞ്ഞു തരുന്ന നമ്മുടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കോൺടാക്റ്റ് ഒരു 6 മാസം മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആൻഡമാൻ ദ്വീപിൽ നിന്ന സമയത്ത് അപ്പോഴേ ഉള്ള കോൺടാക്റ്റായിരുന്നു. അപ്പം പുള്ളിക്കാരൻ നാട്ടിൽ വരുമ്പം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ ഈ 6 മാസം കഴിഞ്ഞ് 9 മാസം അടുപ്പിച്ചായി പുള്ളിക്കാരനായിട്ടൊന്ന് പോയി. ഞാൻ ഇപ്പോൾ ഇന്ന് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ മനസ്സിലായത്. ഞാൻ ചെയ്തിരുന്ന യൂട്യൂബിൽ ചെയ്ത എല്ലാ ഷോർട്ട് വീഡിയോ ഒന്നും അത് വീഡിയോ ആയിട്ട് കണക്കാക്കിയിട്ടില്ല. അപ്പം അതിൻ്റെ വാച്ച് ടൈം ഞാൻ നോക്കിയപ്പോൾ 1.6 ഉള്ളൂ. ഷോർട്ട് വീഡിയോകളിലാണ് വന്നിട്ട് നമുക്ക് 4000 മിനിറ്റ് ആയിട്ടുള്ളൂ. 4000 മിനിറ്റല്ല, 6000 മിനിറ്റ് വാച്ച് ടൈം അയക്കണം. അപ്പോൾ അതൊന്നും നടക്കൂല, ഇതും നടക്കൂല, ഒന്നും നടക്കൂല. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഞാൻ ഇനി മുന്നോട്ടുള്ള വീഡിയോ കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ 10-15 മിനിറ്റുള്ള വീഡിയോ ഞാൻ ഈ 2 മിനിറ്റൊക്കെ ആക്കി ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ വലിയ വിഡ്ഢിത്തരായിപ്പോയി. ഇനി ഒന്നേന്നെല്ലാം തുടങ്ങണം. ഇപ്പോൾ ഫേസ്ബുക്കിൽ ലൈവ് വരണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടത്തണം. അപ്പോൾ ഇനി മുതൽ ഞാനിനിപ്പോൾ ലൈവ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് കടലിൽ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നമുക്കൊന്ന് സംവദിക്കാം, നമുക്ക് സംസാരിക്കാം. അതിനിപ്പോൾ ടൈമുണ്ട്, നിങ്ങൾക്കിപ്പോൾ ടൈമുണ്ട്. നിങ്ങൾക്ക് എനിക്കൊന്ന് കമൻ്റ് ഇടണം. ഞാനും സുഹൃത്തുമായിട്ട് സംസാരിക്കാം. നമുക്ക് എത്ര മണിക്ക് ടൈം, ഇത്ര മണിക്ക് ഫിക്സ് ആക്കാം. അപ്പം നമുക്ക് ഡെയിലി ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസത്തേക്ക് നമുക്ക് ലൈവിൽ സംസാരിക്കാം. അപ്പം അതിന് ഒന്ന് തയ്യാറാവണമെന്ന് എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാനൊന്ന് അപേക്ഷിക്കുകയാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് പോയിട്ട് കണ്ണൂർ പോയിട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരേണ്ട ടൈമായി. ഫേസ്ബുക്കിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടൊക്കെ ഒരുപാട് 4-5 ദിവസത്തിന് മേളിലായി. അപ്പം നിങ്ങൾ എന്തുണ്ടായാലും എനിക്ക് കമൻ്റായിട്ട് ഇടുക. തെറ്റുപറ്റി യൂട്യൂബിൽ ഫേസ്ബുക്കിലും പുതിയ വീഡിയോ ഇടുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോണം. എനിക്ക് പറ്റിയ പോലെ അബദ്ധം നിങ്ങൾക്കും പറ്റാൻ പാടില്ല. അപ്പോൾ കറക്റ്റായ വീഡിയോ ഇടുക, ലോങ് വീഡിയോ കൂടുതലിടുക, അബദ്ധത്തിൽ പോയി വീഴാതിരിക്കുക. എന്നിട്ട് നമുക്ക് ഈ ചേട്ടൻ പറയുന്ന വീഡിയോ അവൻ്റെ ഫേസ്ബുക്ക് കാര്യങ്ങളെല്ലാം ഫോളോ